യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വിളി താൻ കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ പ്രവചന ശുശ്രൂഷയിലേക്ക് ദൈവം യിരെമ്യാവിനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, യിരെമ്യാ പ്രവാചകൻ അല്ലെങ്കിൽ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: അയ്യോ യഹോവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോ രീതിയിലുള്ള പല രീതിയിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് താൻ മാറിപ്പോകുവാൻ ശ്രമിക്കുക. എന്നാൽ അപ്പോഴും പല രീതിയിലുള്ള അരുളപ്പാടുകളും പല രീതിയിലുള്ള ആലോചനകളും നമ്മളോട് വരുമ്പോൾ ആമേശ്വരം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഒഴിവുകളാ പറയുന്നത്. അയ്യോ ദൈവമേ, എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല, എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻ വേണ്ടിയുണ്ട്, വേണമെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാമെന്ന്. പക്ഷേ ദൈവം ഒരുവനെ ഭൂമിയിലേക്ക് ആമേശ്വത്രം അവനെ ജനിപ്പിക്കുന്നതിന് മുമ്പേ ആമേശ്വത്രം അവൻ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം എന്തു ചെയ്യണം, ഏത് രീതിയിൽ പോകണം, എന്താണ് അവന്റെ മേലുള്ള ദൈവിക ഹിതമെന്ന് ദൈവം അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ ജനത്തിന്റെ കുറവുകളെ ചൂണ്ടിക്കാട്ടി മനം തിരിയുവാൻ വേണ്ടിയാണ് യിരെമ്യാ പ്രവാചകനെ പ്രവാചകനായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ അരികിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്റെ ജീവിതത്തിൽ വന്നെന്ന് വരാം. പക്ഷേ അവൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പിപ്രകാരമാണ്, ദൈവം കൂടെയുണ്ട്. അത് മാത്രമല്ല, യിരെമ്യാവിനെ ഒരു ഉറപ്പുള്ള ഇരുമ്പ് തൂണാക്കിയും താമ്ര മതിലാക്കിയും ദൈവം തമ്പുരാൻ നിർത്തിയിരിക്കുക. അപ്പോൾ ഏത് വിധ പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അവന്റെ ലൈഫിൽ മരണത്തിന്റെ അവസ്ഥ പോലും വന്നാലും അവനൊരു ഉറപ്പുണ്ട്, ദൈവമാണ് അവന്റെ കൂടെ ഉള്ളത്. അത് മാത്രമല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യിരെമ്യാവിനെ ഒരു ഇരുമ്പ് തൂണാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവം എന്നെ കരം പിടിച്ചു നടത്തും. ഒരു ഇരുമ്പ് തൂണായി ഒരു താമ്ര മതിലാക്കി എന്നെ ദൈവം നിർത്തും. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ എന്താണോ അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതികൂലം വന്നെന്ന് വരാം, പ്രയാസങ്ങൾ വന്നെന്ന് വരാം, കഷ്ടതകൾ വന്നെന്ന് വരാം, രോഗങ്ങളും ദുഃഖങ്ങളും അങ്ങനെ എത്രയൊക്കെയോ പ്രതികൂലങ്ങൾ വന്നെന്ന് വരാം. പക്ഷേ അതിന്റെ മധ്യത്തിലും നീ സ്ട്രോങ് ആയി തന്നെ നിൽക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ബൈബിളിൽ അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവരുടെ എല്ലാം ലൈഫില് ദൈവം പറഞ്ഞു കേട്ടതനുസരിച്ച് ചുവട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല അവർ കണ്ടത്, അവരുടെ മുമ്പിൽ പിന്നെ നടക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമാണ്. ആമേൻ. ഒന്നിനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ യിരെമ്യാവ് പിന്നെ കാണുന്നത് ദൈവത്തിന് വേണ്ടി വലിയൊരു നാവായി എഴുന്നേറ്റ് നിൽക്കുന്നതാ. ആമേശ്വത്രം, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ മോശ പിന്നെ കാണുന്നത് ചെങ്കടൽ പോലുള്ള വലിയ പ്രതികൂലങ്ങൾ തങ്ങളുടെ മുമ്പിൽ രണ്ടായി മാറുന്നതാ കാണുന്നത്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പല രീതിയിലുള്ള ശുശ്രൂഷ മേഖലകളിൽ ചില അവസരങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല, എനിക്ക് മൈക്ക് കാണുമ്പോൾ പേടിയാ, പൊതുസദസ്സ് കാണുമ്പോൾ പേടിയാ. എന്നാൽ ദൈവം നോക്കുന്നത് മനസ്സുണ്ടോ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം കൂടെയുണ്ട്. ആ ദൈവം കരം പിടിച്ച് നടത്തും. നിനക്ക് അമേൻ പറയേണ്ടത് നിന്റെ നാവിലൂടെ ദൈവം സംസാരിക്കുവാനിടയായിത്തീരും. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ ടാലന്റോ ഒന്നും ദൈവവേലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയോ ചെയ്യുവാൻ ഒരു തടസ്സമല്ല.